മെക്കാനിസംസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റൂൾ ബേസ്ഡ് സിസ്റ്റത്തിന് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെന്റേഷനിലേക്ക് കൊണ്ടുവരാം. അതായത് നിങ്ങൾ ഡോക്യുമെന്റേഷൻ പർപ്പസിനോ മെഷീനിലേക്ക് ഫീഡ് ചെയ്യാതെ നിങ്ങളുടെ ഡോക്യുമെന്റേഷന് വേണ്ടി നിങ്ങൾ ഇത് ഏതെല്ലാം മെത്തേഡ്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മളിവിടെ ഒരു 3 മെത്തേഡ്സോളം കാണും. അതാണ് ഈ സെമാൻറ്റിക് നെറ്റ്സ്, ഫ്രെയിംസ്, സ്ക്രിപ്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 3 റൂൾ ബേസ്ഡ് സിസ്റ്റം എന്താണ്, അതിന്റെ 2 ടൈപ്സ് എന്താണ്, കോൺഫ്ലിക്റ്റ് വന്നാൽ അതെങ്ങനെ റിസോൾവ് ചെയ്യും, ഏതെല്ലാം ഫോർമലിസത്തിൽ കൂടെ നിങ്ങൾക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് 6.2 എന്ന് പറയുന്നതാണ് സാധാരണഗതിയിൽ എസ് ആയിട്ട് ചോദിക്കുന്നത്. 3, 4, 5 നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് മെക്കാനിസത്തിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അത്രയാണ് ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റൂൾ ബേസ്ഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. റൂൾ ബേസ്ഡ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂൾ ബേസ്ഡ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, എന്തൊക്കെയാണ് അതിൻ്റെ അത് കൺസിസ്റ്റ് ചെയ്യുന്നത്? റൂൾ ബേസ് ഉണ്ടാവും, അതായത് സെറ്റ് ഓഫ് ഇഫ് ദെൻ എൽസ് റൂൾസ് ഉണ്ടാവും, എ ബഞ്ച് ഓഫ് ഫാക്ട്സ് ഉണ്ടാവും. ആക്ച്വലി ഈ ഫാക്ട്സ് എന്ന് പറയുന്നത് റോ ഡേറ്റയാണ്. ഈ റോ ഡേറ്റേനെയാണ് ആക്ച്വലി മെഷീനിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇഫ് ദെൻ എൽസ് റൂളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഫാക്ട്സും ഈ റൂൾസും റൂൾ സെറ്റും രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റർപ്രറ്റർ ഉണ്ടാവും. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഈ റോ ഫാക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ മീനിങ് ഇൻഫർ ചെയ്ത് അതിൽ നിന്ന് ഈ റൂൾസ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഏതാണോ നിങ്ങളുടെ, അല്ലെങ്കിൽ മെക്കാനിസം ഏതാണോ അതാണ് നിങ്ങളുടെ ഇന്റർപ്രറ്റർ. അപ്പൊ ഒരു ഇന്റർപ്രറ്ററും ഫാക്ട്സും മാത്രമാണ് ആക്ച്വലി ഉള്ളത്. ഈ ഫാക്ട്സിനെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇഫ് ദെൻ എൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് റൂൾ ബേസ്ഡ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ. 3 കോമ്പണൻസ് അതിനുണ്ട്. റൂൾ ബേസ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്. ഇനി അതിനെ തന്നെ അവർ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. R1, F1, F2 എന്ന് പറയുന്നത് F1 ആൻഡ് F2 ആർ യുവർ ഫാക്ട്സ്. അതിൽ നിന്ന് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള R1 ആണ്, റൂൾ 1 ആണ് അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇന്റർപ്രറ്റർ പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർവേഡ് ചെയിനിങ് മെക്കാനിസം വേണോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചെയിനിങ് മെക്കാനിസം വേണോ, ആ രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റൂൾ സെറ്റിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഫോർവേഡ് ചെയിനിങ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചെയിനിങ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോൾ പറയാം. അതായത് ഫോർവേഡ് ചെയിനിങ്ങിൽ സിമ്പിൾ ഫാക്ട്സ് ആയിരിക്കും ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് ഇൻപുട്സ് ആയിട്ട് കിട്ടുക. ഫോർവേഡ് ചെയിനിങ്ങിൽ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതാണ് റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് കൂടുതലും നമുക്ക് ഉണ്ടായിരിക്കുന്ന എന്താണ്, സിമ്പിൾ ഫാക്ട്സ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ ഫോർവേഡ് ആയിട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഫൈനൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഡെറിവേഷനിലേക്ക് പോകും. അതാണ് ഫോർവേഡ് ചെയിനിങ്ങിൽ നടക്കുന്നത്. ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ റിവേഴ്സ് മെക്കാനിസം, അതായത് ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടുന്ന ഫാക്ട്സ് തന്നെ കോമ്പിനേഷൻസ് ഓഫ് ഫാക്ട്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് റൂൾ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആദ്യം കണ്ടോ, മൺഡേ അറ്റ് ഹോം റാം, അതായത് റാം എന്ന് പറയുന്ന ആള് വീട്ടിലാണ്. ഡസ് നോട്ട് ലൈക്ക് റാം, റാമിന്റെ പോലെ വർക്ക് അല്ലെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യുന്നില്ല. 3 സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ 3 ഫാക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് യു ക്യാൻ സീ ദേ ഹാവ് ഡെവലപ്ഡ് സെവറൽ റൂൾ സെറ്റ്സ്. ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് ആദ്യത്തെ 2 എണ്ണം എന്ന് പറയുന്നത് സിമ്പിൾ ഫാക്ട്സ് ആണ്. ഇഫ് ഡേ ഈസ് മൺഡേ ദെൻ ആഡ് ടു വർക്കിംഗ് മെമ്മറി ദ ഫാക്ട് വർക്കിംഗ് വിത്ത് റാം, ഒരു സ്റ്റേറ്റ്മെന്റ് അവർ ആഡ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് റൂൾ സെറ്റിൽ അവർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് ടോക്കിംഗ് ടു റാം, അത് അവർ ആഡ് ചെയ്തു. ഇനി R3, R4, R5 ഇതുപോലെ തന്നെ ഓരോരോ റൂൾ സെറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ് ഓർ നമ്മൾ ലാസ്റ്റ് പ്രൊപ്പോസിഷണൽ ലോജിക്സിൽ നമ്മൾ പഠിച്ചതുപോലെ കണക്റ്റീവ്സ് യൂസ് ചെയ്ത് മോർ ദാൻ വൺ എന്താ പറയുന്നത് റൂൾസും മോർ ദാൻ വൺ പ്രൊപ്പോസിഷണൽ ലോജിക്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ രീതിയിൽ കണക്ട് ചെയ്ത് ഫോർവേഡ് ചെയിനിങ്ങിൽ പ്രോസസ്സ് പോകും. അതാണ് ആദ്യത്തെ റൂൾ ബേസ്ഡ് സിസ്റ്റം വർക്കിംഗ്. രണ്ടാമത്തേന്ന് പറയുന്നത് ബാക്ക്വേർഡ് ചെയിനിങ് ആണ്. ബാക്ക്വേർഡ് ചെയിനിങ് നമുക്ക് ചില കേസിൽ നിങ്ങളുടെ ഡേറ്റ ഹ്യൂജ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യൽ ഡേറ്റ ഹ്യൂജ് ആയിരിക്കുമ്പോൾ അവിടെ നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് ആയിരിക്കും നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. അല്ല മെമ്മറി റിക്വയർമെന്റിന്റെ കേസിലും നിങ്ങൾക്ക്
ബാക്ക്വേർഡ് ചെയിനിങ്ങിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലിമിറ്റഡ് മെമ്മറി റിസോഴ്സസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ചെയിനിങ് മെക്കാനിസം ആണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്, നോട്ട് ബാക്ക്വേർഡ് ചെയിനിങ് മെക്കാനിസം. ബാക്ക്വേർഡ് ചെയിനിങ് മെക്കാനിസത്തിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് മെമ്മറി വേണം എന്നുള്ളത്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ വേണം എന്നുള്ളത് റിക്വയർമെന്റ് ആണ്. അതിന്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പക്ഷെ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് അവര് അവര് ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് ഇൻപുട്സ് ആയിട്ട് തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നായിരിക്കും. അത് കഴിഞ്ഞ് അവർ റൂൾ സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഇനീഷ്യലി അതായത് ഈ അസ്യൂം ചെയ്യാൻ പറഞ്ഞു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനേലും കൂടുതൽ റൂൾ സെറ്റ് അവർ ആഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അത് ഓരോ പ്രപ്പോസിഷണൽസ് ആയിട്ട് എടുത്താൽ മതി, ബോത്ത് ആർ ദ സെയിം. ഇപ്പൊ ഫസ്റ്റ് ഫോർവേഡ് പ്രോസസ്സിന്റെ ഫോർവേഡ് ചെയിനിങ്ങിന്റെ റിവേഴ്സ് ആണ് ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ടെണ്ണം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് പറ്റാം, ചില കേസസിൽ നമുക്ക് കോൺഫ്ലിക്ട്സ് വരാം. കോൺഫ്ലിക്ട്സ് വരുന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോ ആദ്യത്തെ റൂള് നമ്മൾ ഉപയോഗിച്ചു, രണ്ടാമത്തെ റൂളും നമ്മൾ ഉപയോഗിച്ചു, പക്ഷെ മീനിങ് വൈസ് അതായത് സെമാൻറ്റിക് വൈസ് ചിലപ്പോൾ ആദ്യത്തേതിന്റെ കോൺട്രഡിക്റ്ററി ആയിട്ട് വരാം ദ സെക്കൻഡ് റൂൾ. അപ്പൊ അങ്ങനത്തെ രണ്ട് പ്രൊപ്പോസിഷൻ ലോജിക്സ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് ആൻഡോ ഓറോ വെച്ച് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വരും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ലൈക്ക് നിങ്ങൾ ആദ്യത്തെ ഒരു പ്രൊപ്പോസിഷന് നിങ്ങൾ ഒരു വേരിയബിൾ നിങ്ങൾ യൂസ് ചെയ്തു, ആ പറയുന്ന വേരിയബിൾ തന്നെയാണ് സെക്കൻഡ് പ്രൊപ്പോസിഷനിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന കോമൺ റിസോഴ്സിനെ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അപ്ഡേഷൻ അനോമലി അവിടെ വരാം. അങ്ങനെ പല രീതിയിൽ കോൺഫ്ലിക്ട്സ് വരാം. അപ്പൊ അത് നിങ്ങൾ റിസോൾവ്, അതായത് പ്രാക്ടിക്കൽ സിനാരിയോയിൽ നമ്മളത് റിസോൾവ് ചെയ്യണം. അത് എങ്ങനെയൊക്കെയാണ് ലൈക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് ഹൗ ദേ ആർ ലൈക്ക് റിസോൾവിങ് ദോസ് തിങ്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് കോൺഫ്ലിക്ട് ഇൻ ദി common resources or common propositions that you are using. അപ്പൊ നമ്മൾ റൂൾ ബേസ്ഡ് സിസ്റ്റം അതിന്റെ റെപ്രസെന്റേഷൻ ആണ് 6.2 പഠിച്ചതെങ്കിൽ, രണ്ട് മെക്കാനിസം ആണ് പഠിച്ചതെങ്കിൽ, ഇനി നമ്മൾ ഈ പറയുന്ന സ്ട്രക്ചർ ചെയ്തിട്ടുള്ള നമ്മുടെ നോളജ് അല്ലെങ്കിൽ റൂൾ സെറ്റിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷനിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. സെമാൻറ്റിക് നെറ്റ് ആണ് ഫസ്റ്റ് അപ്രോച്ച്. സെമാൻറ്റിക് നെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു പിക്ടോറിയൽ ഡിപ്പിക്ഷൻ ആണത്. അപ്പൊ ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ലൈക്ക് എത്ര എൻറ്റിറ്റീസ് അതിലുണ്ട്, ഈ പറയുന്ന നോളജിൽ ഏതെല്ലാം എൻറ്റിറ്റീസ് ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, ആൻഡ് ഈ കണക്ഷൻ ആരോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് യൂണി ഡയറക്ഷണൽ ആണോ ബൈ ഡയറക്ഷണൽ ആണോ എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ഈ പറയുന്ന പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ടൈം ഇൻഫർമേഷനും കൂടെ തരും. അതായത് ഈ പറയുന്ന നെറ്റ്വർക്ക് പാസ്റ്റ് ഡേറ്റ ആണോ ഫ്യൂച്ചർ ഡേറ്റ ആണോ അല്ലെങ്കിൽ പ്രസന്റ് ഡേറ്റ ആണോ കാണിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കൂടെ തരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആരോന്റെ മേളിലായിട്ട് അവര് എന്ത് ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആക്ഷൻ എന്ന് പറയുന്നത് പ്രസന്റ് ഓർ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഏത് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ടൈം ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അപ്പൊ എൻറ്റിറ്റി റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ ടൈം ഇൻഫർമേഷൻ, അതുപോലെ തന്നെ വൺ മോർ തിങ്, ആരോ കൊണ്ട് ഡേറ്റ യൂണി ഡയറക്ഷണൽ ആണോ ബൈ ഡയറക്ഷണൽ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന റെപ്രസെന്റേഷനിൽ കിട്ടും. അപ്പൊ പിക്ടോറിയൽ വേ ഓഫ് നിങ്ങളുടെ നോളജ് റെപ്രസെന്റേഷൻ ആണ് സെമാൻറ്റിക് നെറ്റ്. മീനിങ് ഇൻഫർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഫ്രെയിംസ്. ഫ്രെയിംസിൽ ബേസിക്കലി പ്രൊസീജിയേഴ്സ് മാത്രമായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഏത് പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്, അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ സബ് ക്ലാസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. അതൊരിക്കലും ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ അല്ല. അതായത് ഒബ്ജക്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് മാത്രമാണ് നമ്മൾ ബുള്ളറ്റ് ഇട്ട്. അതായത് ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ മാമൽസ് ആണ് ബേസിക് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൽ ഏതാണ് ആ ഒബ്ജക്റ്റിന്റെ സബ് ക്ലാസ് ഏതാണ്, ആനിമൽ ആണ്. പിന്നെ ഈ വാം ബ്ലഡഡ് എന്നൊക്കെ പറയുന്നത് ഓരോരോ ആട്രിബ്യൂട്ട്സ് ആണ്. കണ്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ പ്രസന്റ്ലി ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസന്റ്ലി നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന പ്രോട്ടോടൈപ്പ് ഏതാണ്, അങ്ങനെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. മെയിൻ ആയിട്ട് വേണ്ടത് ഫ്രെയിംസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്
ആ പറയുന്ന ഫ്രെയിമിന്റെ ക്ലാസ് നെയിം എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്ട് നെയിം എന്താണ്, അതുപോലെ തന്നെ അത് ഏത് സബ് ക്ലാസ്സിൽ പെടുന്നു. ഇത് രണ്ടുമാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോരോ ആ പറയുന്ന ഒബ്ജക്റ്റിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ ആട്രിബ്യൂട്ട്സ്, അതിന്റെ പ്രോട്ടോടൈപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ ആ രീതിയിലുള്ള റെപ്രസെന്റേഷനെയാണ് നിങ്ങൾ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ്സും ഉണ്ട്. സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രൊപ്പോസിഷണൽ ലോജിക്സ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് കോമ്പണന്റ് ആണ് സ്ക്രിപ്റ്റ്. സ്ട്രക്ചേർഡ് റെപ്രസെന്റേഷൻ ഡിസ്ക്രൈബിംഗ് ദ സ്റ്റീരിയോടൈപ്ഡ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. അതാണ് സ്ക്രിപ്റ്റ്. ലൈക്ക് ഇവിടെ നമുക്കൊരു എന്താ പറയുന്ന ഓരോ ഒബ്ജക്ട്സ് എന്താ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഫ്രെയിംസിൽ നമ്മൾ ഓരോ ഒബ്ജക്ട്സും അതിന്റെ ആട്രിബ്യൂട്ട് ലിസ്റ്റും മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ഒബ്ജക്റ്റ് മറ്റു ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ലിങ്കിങ് ഒന്നും ഫ്രെയിംസിൽ ഇല്ല, മറിച്ച് സ്ക്രിപ്റ്റിലുണ്ട്. കാര്യം സ്ക്രിപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ്. ഒബ്ജക്ട്സ് ഇവന്റ്സിന്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിന്റെ സീക്വൻസ് ഡിഫൈൻ ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് സ്ക്രിപ്റ്റ് റെപ്രസെന്റേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഫോർ ഗോയിങ് ടു ദ ബാങ്ക് ടു വിഡ്രോ മണി. അപ്പൊ അതാണ് നമ്മുടെ സിനാരിയോ. ആ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏതെല്ലാം എൻറ്റിറ്റീസ് വരുന്നുണ്ട്, അതാണ് ഈ റോൾസ്, അവരെങ്ങനെ കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു എന്താ പറയുന്നത്, ഇതൊരു സ്യൂഡോ കോഡ് പോലെയാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഹാഫ് ഒരു സ്യൂഡോ കോഡ്, ഹാഫ് അൽഗോരിതം. ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സിന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ബേസിക്കലി നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സിനാരിയോ നിങ്ങൾക്ക് എടുക്കാം. ഈ വിഡ്രോ ബാങ്ക് ഫ്രം മണി എന്ന് പറയുന്നതിൽ കുറെ പ്രോസസ്സുകളുണ്ട്. ഒരു ചെറിയൊരു സിനാരിയോ ലൈക്ക് യു ആർ ഗോയിങ് ടു ബസ് സ്റ്റോപ്പ് എന്നുള്ള ചെറിയൊരു സിനാരിയോ എടുക്കുക. അപ്പോൾ യു ലീവ് ഫ്രം ദ ഹോം ആൻഡ് വാക്ക് ടിൽ ദ ബസ് സ്റ്റോപ്പ് ആൻഡ് യു റീച്ച് ദ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഒരു ചെറിയ സീക്വൻസ് എടുത്തിട്ട് ആ സീക്വൻസിൽ എത്ര റോൾസ് ഉണ്ട്, അപ്പൊ ഒരു സിംഗിൾ റോള് മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഇസ് യു യുവർ സെൽഫ്. അപ്പൊ എങ്ങനെയാണ് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദ എൻഡ്, നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്താണ്, നിങ്ങളുടെ ട്രാക്ക് എന്താണ്, നിങ്ങളിൽ ആ പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള റോൾസ് ഏതൊക്കെയാണ്, റിസൾട്ട് എന്താണ് എന്നുള്ള ചെറിയൊരു സിനാരിയോയിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ 3 രീതിയിലുള്ള റെപ്രസെന്റേഷൻസ് ആണ് നോളജ് റെപ്രസെന്റേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് സെമാന്റിക് നെറ്റ്, രണ്ടാമത്തത് ഫ്രെയിം, മൂന്നാമത്തത് സ്ക്രിപ്റ്റ്. അപ്പൊ വിത്ത് ദിസ് 6th യൂണിറ്റ് തീർന്നു. 6th യൂണിറ്റിന് ശേഷം സെവൻത്ത് വൺ ഇസ് പ്രോബബിലിസ്റ്റിക് റീസണിങ്. പ്രോബബിലിസ്റ്റിക് റീസണിങ് ഒട്ടുമിക്ക തിയറീസും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രോബബിലിറ്റി തിയറിയിൽ കണ്ടീഷണൽ തിയറം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കണ്ടീഷണൽ തിയറത്തിൽ നിന്ന് ബേസ് തിയറം ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണ്ട, പക്ഷെ ഇക്വേഷൻ വേണം. ബേസ് തിയറത്തിൽ നിന്ന് നെയ്വ് ബയസ് അല്ലെങ്കിൽ ബേസ് നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് പഠിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഈ പ്രോബബിലിസ്റ്റിക് റീസണിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ പറയാനുള്ള കാര്യം യൂണിറ്റ് 7ഉം യൂണിറ്റ് 8ഉം കണക്റ്റഡ് യൂണിറ്റ്സ് ആണ്. അതായത് ഇവിടെ നമ്മൾ പ്രോബബിലിസ്റ്റിക് റീസണിങ് പറയുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഇവന്റ് അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഔട്ട്പുട്ടിന് ഫിക്സഡ് പ്രോബബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കും. പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ പറയുമ്പോൾ ഓരോ ഇവന്റിനും നമ്മൾ ഓരോരോ പ്രോബബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കും. അത് ഡെഫിനറ്റ് ആയിട്ടും ഫിക്സ്ഡ് ആയിരിക്കും. ചെറിയൊരു രീതിയിൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സിംഗിൾ കോയിൻ എടുത്ത് നിങ്ങളത് ടോസ് ചെയ്യുമ്പോൾ ഐദർ ഹെഡ് ഓർ ടെയിലാ വരുന്നത്. പക്ഷെ അതിൽ ഹെഡ് ആണോ ടെയിലാണോ വരുന്നത് എന്നാണ് നമുക്ക് അറിയില്ലാത്തത്. അപ്പൊ ആ ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറഞ്ഞ 2 ഇവന്റ് ഉണ്ട്, ഒരു ഇവന്റ് ഉണ്ട്. ആ ഇവന്റിന് 2 ഔട്ട്കംസ് ഉണ്ട്. ഈ 2 ഔട്ട്കം ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഷുവർ ആണ്. പക്ഷെ ആ 2 ഔട്ട്കത്തിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണം എന്നില്ല. അപ്പൊ ആ പ്രോബബിലിറ്റിക്കാണ് നിങ്ങൾ ഈ പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ്, അതായത് 8th യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫസി സെറ്റ്സ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. ക്വസ്റ്റ്യൻ വരുന്നത് പ്രോബബിലിസ്റ്റിക് റീസണിങ്ങും ഫസി സെറ്റ്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടാണ് മിക്ക ക്വസ്റ്റ്യൻസും കാണാറുള്ളത്. അതായത് പ്രോബബിലിസ്റ്റിക് റീസണിൽ നിങ്ങൾ ഫിക്സ്ഡ് പ്രോബബിലിറ്റി അസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഫസി സെറ്റ്സിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത, അവിടെ കൊടുക്കുന്ന സിനാരിയോ ഫസി സെറ്റ് ആയിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന സിനാരിയോയിൽ ഔട്ട്കംസിന്റെ എണ്ണം നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്പ് പ്രോബബിലിറ്റി ആയിരിക്കില്ല.
അതിനൊരു വേരിയബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വേരിയിങ് നേച്ചർ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് ഫസി സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് യൂണിറ്റ് 7 ആൻഡ് യൂണിറ്റ് 8 എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. പിന്നെ 18 ചോദിക്കാറുള്ള മറ്റു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഫസി സെറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ യൂണിറ്റിലേക്ക് വരുമ്പോൾ പഠിക്കാം. പ്രൊബബിലിസ്റ്റിക് റീസണിങ്ങിൽ ആദ്യം കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള, അതായത് ട്രയൽ, സാമ്പിൾ സ്പേസ്, ഇവന്റ്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ട്രയൽസ് എന്താണ്, സാമ്പിൾ സ്പേസ് എന്താണ്, ഇവന്റ് എന്താണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഓരോരോ പ്രോസസ്സുകളെയാണ് നിങ്ങൾ ഇവന്റ് എന്ന് പറയുന്നത്. ആ ഇവന്റിന് ഓരോരോ ഔട്ട്കംസ് വരും. അതായത് ഓൾ പോസിബിൾ സെറ്റ്സ് ഓഫ് ഔട്ട്കംസ് ആയിരിക്കും നിങ്ങളുടെ സാമ്പിൾ സ്പേസ്. ട്രയൽ എന്ന് പറയുന്നത് ഓരോരോ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ റാൻഡം എക്സ്പെരിമെന്റിന് നിങ്ങൾ ട്രയൽസ് എന്ന് പറയും. ഇപ്പൊ ഒരു ഈ പറയുന്ന കോയിൻ ടോസ് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമ്പിൾസ് കാണിക്കാം. 3 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എക്സാമിന് പഠിക്കാം. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ ബേസിക് കുറച്ച് ഇതുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡന്റ് ഇവന്റ് ഉണ്ട്. ആദ്യം ഇവന്റ്സ് 2 തരം ഉണ്ട്, ഡിപെൻഡന്റ് ഇവന്റും ഇൻഡിപെൻഡന്റ് ഇവന്റും. ഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഇവന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രീവിയസ് ഏതോ ഒരു ഇവന്റുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ കോയിന് 2 ഔട്ട്കംസ് ഉള്ളൂ, ഹെഡ് ആണോ ടെയിൽ ആണോ. അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആ ഔട്ട്കം എന്ന് പറയുന്നത് ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അതേസമയം ഡിപ്പെൻഡന്റ് ഇവന്റ്സിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാഗ് ഉണ്ട്. ആ ബാഗില് ടോട്ടലി നിങ്ങൾക്ക് ഒരു 3 ബ്ലൂ ബോൾസും 2 റെഡ് ബോൾസും ഉണ്ടെന്ന് വിചാരിക്കുക. സോ ടോട്ടലി 5 ബോൾസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതിൽ 3 ബ്ലൂ ബോൾസും ഉണ്ട്, 2 റെഡ് ബോൾസും ഉണ്ട്. ആദ്യം നിങ്ങൾ ഒരു ബോൾ എടുത്തു. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ബോൾ ടേക്കൺ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്. ആദ്യത്തെ ബോൾ എങ്ങനെ എടുത്തു എന്നുള്ളത് ഇതിനു മുന്നേ നടന്ന ഒന്നുമായിട്ട് ഒരു ബന്ധമില്ല. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്. ബട്ട് ദ സെക്കൻഡ് ബോൾ വിച്ച് യു പ്ലേസ് അല്ലെങ്കിൽ വിച്ച് യു ടേക്ക്, രണ്ടാമത്തെ ബോൾ ഇടുമ്പോൾ ആ ബോള് ബ്ലൂവോ റെഡോ ആകുന്നതിന്റെ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. യു വുഡ് ഹാവ് 2 പ്രോബബിലിറ്റി ഫോർ ഇറ്റ്. ഏതൊക്കെയാണെന്നറിയാലോ. അതായത് ആദ്യം നിങ്ങൾ എടുത്ത ബോള് അതിന്റെ കളർ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് രണ്ടാമത്തെ ബോൾ നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ഒരാളിപ്പോ ഒരു ബോൾ പിക്ക് ചെയ്തു, അത് ബ്ലൂ ആയിരുന്നെങ്കിൽ രണ്ടാമത് അയാള് ബോൾ പിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ ആക്ച്വലി അവിടെ 3 എണ്ണം ഇല്ല, മറിച്ച് 2 എണ്ണേ ഉള്ളൂ. അതേസമയം ആദ്യം നിങ്ങൾ പിക്ക് ചെയ്തപ്പോൾ ബോൾ റെഡ് ആയിരുന്നെങ്കിൽ പിന്നീട് നിങ്ങൾ രണ്ടാമത്തെ ബോൾ പിക്ക് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി 3 ബ്ലൂ ബോൾസും 1 റെഡ് ബോളും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഈ പറയുന്ന ഇവന്റ്സ് മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബബിലിറ്റി റേഷ്യോ മാറി വരാം. അപ്പൊ അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് നിങ്ങൾ ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിലാണ്, ഡിപ്പെൻഡന്റ് ഇവന്റ്സിലല്ല. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യുവർ 2 ഇവന്റ്സ് മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സിമ്പിൾ എക്സാമ്പിൾസ് ആണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഒന്ന് പഠിക്കാം. ഇനി ബേസ് തിയറം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതുപോലെ തന്നെ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എ ആൻഡ് ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ എയുടെയും ബിയുടെയും എ ഗിവൺ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ ടു ഹാപ്പൻ ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്, അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ്. അതായത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എയും ബിയും ഒരുമിച്ച് വരാനുള്ള പ്രോബബിലിറ്റി. അതാണ് ഈ എ ആൻഡ് ബി ഓർ എ ഇന്റർസെക്ഷൻ ബി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ടെക്സ്റ്റിൽ എച്ചും ഇ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരമാണ് ഞാൻ എ ആൻഡ് ബി എന്ന് പറയുന്നത്. വാട്ട് എവർ ബി ദ സിമ്പിൾ, ആ 2 എണ്ണം സ്പെസിഫൈ ചെയ്യുന്നത് 2 ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ പേരുകൾ മാത്രമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഇക്വേഷൻ, അതായത് ബയസ് തിയറത്തിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ്. അപ്പൊ അതിൽ തന്നെ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്, അതായത് എ ആൻഡ് ബി റൈറ്റ് ഹാൻഡ് സൈഡില് LHS പാർട്ട് എ ആൻഡ് ബിനെ നമ്മൾ കോൾ ചെയ്യുന്ന പേരാണ് ജോയിന്റ് പ്രോബബിലിറ്റി, എ ആൻഡ് ബി. ഇനി നമുക്ക് നമ്മളുടെ ന്യൂമറേറ്ററിൽ ഒരു പി ഓഫ് എ കിടപ്പുണ്ട്. അതായത് എ ഇന്റർസെക്ഷൻ ബി ബൈ
പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ. അപ്പൊ അതിൽ പി ഓഫ് എ എന്ന് പറയുന്ന ന്യൂമറേറ്റർ പാർട്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്രോബബിലിറ്റി. ആൻഡ് എ ഗിവൺ ബി, അതായത് നിങ്ങളുടെ LHS പാർട്ടാണ് നിങ്ങൾക്ക് കണ്ടീഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയാതെ പോയ ഒരു ടേം ഉണ്ട്, അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പി ഓഫ് ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതിൽ പി ഓഫ് ബി ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനെ നമ്മൾ എവിഡൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ജോയിന്റ് പ്രോബബിലിറ്റി, മാർജിനൽ പ്രോബബിലിറ്റി ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എവിഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. ഓരോ ടേമിനും ഓരോരോ പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. ഇനി ഇത് തന്നെ ഇവിടെ എങ്ങനെ ബേസ് നെറ്റ്വർക്ക് ആയിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, അതായത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് ബേസ് തിയറം ആൻഡ് ബേസ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നെയ്വ് ബൈസ് തിയറത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എ ബി അല്ലെങ്കിൽ എ ബി സി എന്നൊക്കെ പറഞ്ഞ 3 ഇൻഡിപെൻഡന്റ് ക്ലാസ് അല്ലെങ്കിൽ 5 ഇൻഡിപെൻഡന്റ് ക്ലാസ് അല്ലെങ്കിൽ 10 ഇൻഡിപെൻഡന്റ് ക്ലാസ് വാല്യൂസ് അല്ല നിങ്ങൾക്ക് തരുന്നത്, ഒരു നെറ്റ്വർക്ക് ഓഫ് വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ മെഷീൻ ലേണിംഗിലാണെങ്കിൽ നിങ്ങൾ ആ നെറ്റ്വർക്കിനെ നിങ്ങൾ വിളിക്കുന്നത് ഫീച്ചർ ലിസ്റ്റ് എന്നാണ്. ഇൻഡിവിജ്വൽ ഫീച്ചറിന്റെ പ്രോബബിലിറ്റി വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഒരു 10 ഫീച്ചർ അല്ലെങ്കിൽ 20 ഫീച്ചർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ക്ലാസിന്റെ പ്രോബബിലിറ്റി നിങ്ങൾ അസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഫീച്ചർ ലിസ്റ്റ് വലുതാകും തോറും ദാറ്റ് സ്ട്രക്ചർ ഇസ് ബിക്കമിങ് എ നെറ്റ്വർക്ക് വിച്ച് ഇസ് നോൺ ആസ് ബേസ് നെറ്റ്വർക്ക്. അതാണ് ഡിഫറൻസ്. പ്രോബബിലിറ്റിക്സ് ഇൻഫറൻസ് എന്താന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ ഡെറിവേഷൻ ആണ്, യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. പക്ഷെ നോക്കിക്കേ, ഫൈനലി നമ്മൾ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ബേസ് റൂളിൽ തന്നെയാണ്. അതായത് പി ഓഫ് എഫ് ഗിവൺ ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഗിവൺ എഫ് എം ടു പി ഓഫ് എഫ് എം ടു പി ഓഫ് ഡിഫറൻസ് എന്താന്ന് മനസ്സിലായില്ലേ? അതായത് ബേസിക് ഇക്വേഷനിൽ കണ്ടോ ഈ ഇന്റർസെക്ഷൻ എഫ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇ ആൻഡ് എഫ് എന്ന് പറയും. ഇ ആൻഡ് എഫ് അല്ലെങ്കിൽ ഈ ഇന്റർസെക്ഷൻ എഫ് ആണ് ബേസിക് ഇക്വേഷനിൽ വരുന്നത്. പക്ഷെ നമുക്കൊരു ടേബിൾ വാല്യൂ, നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഔട്ട്കംസിന്റെ ടേബിൾ വാല്യൂ തന്നെങ്കിൽ ഈ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക്, അതായത് കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഓർ എന്നൊക്കെ എടുക്കുന്നത് ആൻഡ് ഓറോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വേറെ ഫോമിലേക്ക് കൊണ്ടുവരും. അപ്പൊ വേറെ ഫോമിലേക്ക് കൊണ്ടുവരാനായി അവര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോ യു ക്യാൻ സി കണ്ടോ ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ ഗിവൺ എഫ് ഇൻറ്റു പി ഓഫ് എഫ് ആയിട്ട് മാറും. ഈ ഇന്റർസെക്ഷൻ എഫ് ഇൻറ്റു പി ഓഫ് എഫ്, ഡിനോമിനേറ്റർ റിമെയിൻസ് സെയിം, പി ഓഫ് ബി ഇറ്റ്സെൽഫ്, ആ രീതിയിലേക്ക് മാറും. ഇതിന്റെ ആക്ച്വലി സ്പീക്കിംഗ് ഈ ഡെറിവേഷൻ ആവശ്യമില്ല. ഈ ഡെറിവേഷൻ ഒരു 3-4 സ്റ്റെപ്പിൽ തീരാവുന്നതേ ഉള്ളൂ. അത് പറഞ്ഞൊരു അറ്റാച്ച്മെന്റ് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം എന്റെ നോട്ടിന്റെ പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞ് തന്ന ഒരു PDF ഉണ്ട്, ഒരു നോട്ട്ബുക്കിന്റെ സ്കാൻ ചെയ്ത് ഇതുണ്ട്. അതിന്റെ പേര് നെയ്വൈസ് എന്നാണ്. നെയ്വൈസിന്റെ പോർഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കാണാം. ഇതിനെയും സിംപ്ലിഫൈ ചെയ്ത് 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്പിലോ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന എ ആൻഡ് ബി എന്ന് പറയുന്നത് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് എ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ ഗോ ത്രൂ ഇഫ് യു വാണ്ട് ഇറ്റ്. അപ്പൊ ആ രീതിയിൽ അതൊന്ന് നോക്കുക. പിന്നെ ബേസിക് ഐഡിയ ഓഫ് ഇൻഫറൻസ് വിത്ത് ബേസ് നെറ്റ്വർക്കിലെ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ഒന്നുമില്ല. അതർ പാരഡിഗ്ംസ്, ഷെഫ്ലർ തിയറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു എന്താണ് ഒരു എക്സിസ്റ്റിംഗ് തിയറിയാണ്. അത് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. മൾട്ടിപ്പിൾ പോസിബിൾ ഇവന്റ്സ് ആർ പെർമിറ്റഡ് ടു അസൈൻ പ്രോബബിലിറ്റീസ്. ദീസ് ഇവന്റ്സ് ഷുഡ് ബി എക്സോസ്റ്റീവ് ആൻഡ് എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവുമായിട്ടുള്ള ഒരു ഇവന്റിൽ നടക്കുന്ന ഒരു തിയറിയാണ് ഈ പറയുന്ന DS തിയറി. അതില് നമുക്ക് ഇവന്റുകൾ മൾട്ടിപ്പിൾ ആയിരിക്കും. മൾട്ടിപ്പിൾ പോസിബിൾ ഇവന്റ്സ് ആർ ഓൾസോ എന്താണ് പറയുന്നത് പോസിബിൾ ഓർ എന്താ പറയുന്നത് പെർമിസിബിൾ ഇൻ ദിസ് തിയറം. ജസ്റ്റ് വായിച്ചു വിടുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നീട് യു ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് യൂണിറ്റ് വിച്ച് ഇസ് ഫസി ആൻഡ് റഫ് സെറ്റ്സ്. ഫസി സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാ ഇവന്റുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ എക്സാമ്പിൾസിനും ഔട്ട്കംസ് ഉണ്ട്. ഔട്ട്കത്തിന്റെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓരോ ഔട്ട്കത്തിനും വരാവുന്ന പ്രോബബിലിറ്റി വാല്യൂവും അറിയാം. അതായത് നമ്മൾ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ, ഒരു സിംഗിൾ കോയിൻ എടുത്തിട്ട് നിങ്ങൾ ടോസ് ചെയ്യുമ്പോൾ
വരാവുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ, ഐദർ ഹെഡ് ഓർ ടെയിൽ. ഇനി ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി 0.5. നോ അതർ വാല്യൂ അതർ ദാൻ 0.5 വുഡ് ബി ദ ഔട്ട്കം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ടെയില് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 മൈനസ് 0.5 വിച്ച് ഇസ് അഗെയിൻ 0.5. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ 1ൽ നിന്ന് റിമൈനിങ് പ്രോബബിലിറ്റി ആയിരിക്കും അടുത്ത ഔട്ട്കം വരാനുള്ള എന്താണ് പ്രോബബിലിറ്റി. അപ്പൊ അങ്ങനെ ഫിക്സ്ഡ് പ്രോബബിലിറ്റി വാല്യൂസ് ഉള്ളതിന് നിങ്ങൾ ക്രിസ്പ് സെറ്റ് എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന പ്രോബബിലിറ്റി വാല്യൂ ഫിക്സ്ഡ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റാത്ത കേസിൽ ആ പ്രോബ്ലം ഫസി ആയിട്ട് മാറും. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ടു ഫസി സിസ്റ്റംസ് അല്ലെങ്കിൽ ഫസി സെറ്റ്സിൽ നിങ്ങൾക്ക് ഒരു സ്മോൾ എന്താ പറയുന്നത് സ്മോൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഏതോ ഒരു പാർട്ടിൽ റെപ്രസെന്റേഷൻ, റീസണിങ്, ഇൻഫറൻസ്, ഈ 3 ഏതോ ഒരെണ്ണത്തിൽ കുറച്ച് ഓപ്പറേഷൻസ് കിടപ്പുണ്ട്. അതായത് ഓപ്പറേഷൻസ് വിച്ച് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദിസ് ഫസി സെറ്റ്സ്. അതും സാധാരണഗതിയിൽ എക്സാംസിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ബേസിക് ലോസ് ആണ്. അതായത് ഒരു 2 സെറ്റ് ഉണ്ടെങ്കിൽ ആ 2 സെറ്റ്സിൽ നിങ്ങൾ ഓപ്പറേഷൻ, എന്ത് ഓപ്പറേഷൻ ആണെങ്കിലും അത് ചെയ്യുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇതുപോലത്തെ കുറച്ച് ലോസ് അവർ ഫോളോ ചെയ്യും. ആ ലോസ് എന്താണ്, ആ ലോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 2 ഔട്ട്കംസ് വരുന്ന മിനിമം പ്രോബബിലിറ്റി, മിനിമം ഇവന്റ് ഉള്ള ഒരു ഇവന്റിൽ, ഒരു ഫസി സെറ്റിൽ നിങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയറിൽ എന്തോ മറ്റോ ഈ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി സെറ്റും ഫസി സെറ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്നുള്ളത് 2 യൂണിറ്റിലെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പൊ അതിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫസി സിസ്റ്റംസ് എന്താന്ന് പറയുന്നുണ്ട്, യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. Then moving towards you can see the concept of fuzzy, which when applied to a prefix or an adjective to mathematical entities like sets, relation, function tree, etc., helps us in modeling the imprecise data. Precise data alla, data ക്ക് തന്നെ അവിടെ ക്ലാരിറ്റി ഇല്ല, ഡേറ്റയുടെ ക്വാണ്ടിറ്റിക്ക് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഡേറ്റയുടെ ഒക്വറൻസിന് ക്ലാരിറ്റി ഇല്ല. അതുപോലെ അത്തരത്തിലുള്ള ഇംപ്രിസൈസ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഫസി കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്രിസ്പ് സെറ്റ് റിലേഷൻ ഓർ ഫസി സെറ്റ് റിലേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എക്സാമ്പിൾസും താഴെ കൊടുത്തിട്ടുണ്ട്, വായിക്കുക. പിന്നീട് വരുന്നത് ഫസി സെറ്റ്സ് എന്താണെന്നുള്ളത്. In case of crisp set, we have the concept of equality of set, subset of a set and member of a set. അതായത് ഒരു സെറ്റ് ക്രിസ്പ് സെറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് പ്രിസൈസ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സെറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് അത് ഈക്വൽ ആണോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാം. നിങ്ങൾ എ ഈക്വൽ ടു ബി എന്ന് പറയും, അല്ലെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയും. ഇനി ആ സെറ്റിൽ നിന്ന് ചെറിയ സെറ്റുകൾ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. അതിനെയാണ് നമ്മൾ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ഡേറ്റ എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മെമ്പർ ആണോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന എല്ലാ ഓപ്പറേഷൻസും നമുക്ക് പോസിബിൾ ആവണം എന്ന് വരില്ല. കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ് ഓഫ് ഫസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞില്ലേ, ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യാനായിട്ട് ക്രിസ്പ് സെറ്റിൽ പറ്റും. പക്ഷെ ഫസി സെറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഈക്വൽ ആണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് എത്രത്തോളം സിമിലർ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 2 സെറ്റുകൾ തരുമ്പോൾ ആ സെറ്റുകൾ എത്രത്തോളം ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻ എവറി ഫസി സെറ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് എക്സ് വിത്ത് കറസ്പോണ്ടിങ് മെമ്പർഷിപ്പ് വാല്യൂസ് ഫ്രം 0 to 1 അപ്പിയർ. അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് മെമ്പർഷിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് മെമ്പർഷിപ്പ് ആണ് നിങ്ങളുടെ ഫസി വാല്യൂ ആയിട്ട് നിങ്ങൾ അസൈൻ ചെയ്ത് വരുന്നത്. ഫോർ ഈക്വാലിറ്റി ഓഫ് ഫസി സെറ്റ്സ് എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഈക്വൽ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ 2 ഫസി സെറ്റ്സുകളുടെ ഡിഗ്രി ഓഫ് മെമ്പർഷിപ്സ് കമ്പയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് മെമ്പർഷിപ്സ് കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ സിമിലർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ സെറ്റ്സ് നമ്മൾക്ക് എന്താണ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക.
ഇതെല്ലാം ഞാൻ പറഞ്ഞ ഓപ്പറേഷൻസ് താഴെയാണ്. ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫസി സെറ്റ് ആൻഡ് ക്രിസ്പ് സെറ്റ് ആണ്. ഇനി സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്ന വേറൊരു ഫോർമുല ഉണ്ട്. അതായത് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാല് ഫസി സെറ്റിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാകാം. ഒറ്റ എലമെന്റ് തന്നെ വേണം എന്നില്ല, ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാകാം. പക്ഷെ ഒറ്റ എലമെന്റിന് മാത്രമേ മെമ്പർഷിപ്പ് വാല്യൂ പോസിറ്റീവ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ ആ എലമെന്റിന് അല്ലെങ്കിൽ ആ ഒരു സെറ്റിന് നിങ്ങൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫസി സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. അപ്പൊ താഴെ നിങ്ങൾക്ക് ഒരു സെറ്റ് കാണാം, സെറ്റ് ഓൾഡ് വിച്ച് ഇസ് ഈക്വൽ ടു സി. അപ്പൊ അതിൽ 1 2 3 4 5 എലമെന്റ് ഉണ്ട് ആക്ച്വലി. പക്ഷെ അതിന്റെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മോഹൻ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ 0, സോഹൻ 0, ജോൺ 0.2. ഈ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. മോർ ദാൻ 1.2 എന്ന് പറയുന്ന ഒരു ഫസി വാല്യൂ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾ നേരത്തെ നോർമൽ ക്രിസ്പ് സെറ്റിൽ പറഞ്ഞതുപോലെ സം ഓഫ് ദി പ്രോബബിലിറ്റീസ് കറസ്പോണ്ട്സ് ടു 1 എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ മാക്സിമം മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി 1, നോട്ട് മോർ ദാൻ 1. ഇപ്പൊ ഈ അബ്ദുൾ 0, അബ്രഹാം 0, അങ്ങനെ ഈ ജോണിന് മാത്രമാണ് പോസിറ്റീവ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ വാല്യൂസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എലമെന്റിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, വിച്ച് ഇസ് സിംഗിൾട്ടൺ ഫസി സെറ്റ്. അങ്ങനെ കുറച്ച് ഫസി സെറ്റ്സിന്റെ കുറച്ച് ഇൻട്രൊഡക്ടറി കൺസെപ്റ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. താഴത്തേക്കുള്ളതാണ് 8.4 ആണ്, ഫസി സെറ്റ് റെപ്രസെന്റേഷൻ ആണ്. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഇതാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. യൂണിയൻ ഓപ്പറേഷൻ എന്താണ്, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്താണ്, കോംപ്ലിമെന്റ് ഓപ്പറേഷൻ എന്താണ്. പേര് പറയുന്നത് പോലെ തന്നെ യൂണിയൻ മീൻസ് യു ആർ കമ്പൈനിങ് ദി ടു സെറ്റ്സ്. അപ്പൊ ക്രിസ്പ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആ എലമെന്റുകൾ നിങ്ങൾ കമ്പൈൻ ചെയ്താൽ മതി, ഇല്ലേ? ഇപ്പൊ നോക്കിക്കേ, എയിലും ബിയിലും x2 x3 x4 x5 അല്ലെങ്കിൽ x1 x3 x5 x7 x9 എന്ന് പറഞ്ഞ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫസി സെറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആ എലമെന്റ് പ്ലസ് അതിന്റെ എന്തുണ്ടാവും, മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ യൂണിയൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ എലമെന്റുകൾ വിത്ത് അതിന്റെ കറസ്പോണ്ടിങ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ വേണം യൂണിയൻ ചെയ്യാനായിട്ട്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ ബി യൂണിയൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, യു ഗെറ്റ് ഓൾ ദി എലമെന്റ്സ്. ഇപ്പൊ കോമൺ എലമെന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് ഫംഗ്ഷനെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. എ യൂണിയൻ ബി നോക്കിക്കേ, മോഹൻ ഓരോ എലമെന്റ്സിന് നിങ്ങൾ ആഡ് ചെയ്ത് പോകും. ഇന്റർസെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സും പ്ലസ് അതിന്റെ മെമ്പർഷിപ്പ് ഫംഗ്ഷനും ഈക്വൽ ആയിട്ട് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർസെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കോംപ്ലിമെന്റ് എങ്ങനെയാ കാണുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ സെറ്റിന് നിങ്ങൾ കോംപ്ലിമെന്റ് കാണുമ്പോൾ എയിൽ ഇല്ലാത്ത എലമെന്റുകൾ വിത്ത് അതിന്റെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ വേണം നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഇനി ഈ പറയുന്ന സെറ്റ്സിന് നിങ്ങൾക്ക് ഓപ്പറേഷൻസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്പറേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. നിങ്ങൾക്ക് അറിയാം, എ ആൻഡ് ബി അല്ലെങ്കിൽ എ ഓർ ബി ഇസ് ഈക്വൽ ടു ബി ഓർ എ, തിരിച്ചും അങ്ങനെ തന്നെ വരും. ആൻഡ് അസോസിയേറ്റിവിറ്റി നിങ്ങൾക്ക് അറിയാം, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ അതായത് 2 എലമെന്റ് ബ്രാക്കറ്റ് സെക്കൻഡ് ഓപ്പറേഷൻ ദ തേർഡ് എലമെന്റ് എന്ന് പറയുവാണെങ്കിൽ എ ഓർ ബി ഓർ സി, അത് ആൻഡിലും അങ്ങനെ തന്നെ ആപ്ലിക്കബിൾ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് കോമൺ ആയിട്ടല്ല വരുന്നത്, ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അസോസിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഓർ ബി ഓർ സി ആ വരുന്നത്. എ ഓർ ബി ഓർ സി ആണെങ്കിൽ എ ഓർ ബി ഓർ സി ഇസ് ഈക്വൽ, ഓർ എ ആൻഡ് ബി ആൻഡ് സി, രണ്ടിടത്തും ആൻഡ് തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബ്രാക്കറ്റ് നെക്സ്റ്റ് 2 എലമെന്റിൽ ഇട്ടാലും ഫസ്റ്റ് അതിനെ പ്രൊസീഡ് ചെയ്താലും ആൻസർ വുഡ് ബി ദ സെയിം. ബട്ട് വെൻ യു കം ടു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നിങ്ങളുടെ ഓപ്പറേഷൻസ് ഡിഫർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രാക്കറ്റ് വൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എ ഓർ ബി ആൻഡ് സി ആണ്, അപ്പൊ എ ഓർ ബി ആൻഡ് എ ഓർ സി എന്നുള്ള രീതിയിൽ വരും. ഇനി ഡിമോർഗൻസ് ലോ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇത് നിങ്ങൾ ഫസി സെറ്റിൽ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ക്രിസ്പ് സെറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡിമോർഗൻസ് ലോ ഇറ്റ് ബേസിക്കലി ഡീൽസ് വിത്ത് നെഗേഷൻ. എ ഓർ ബി എന്ന് പറയുന്നത് എ നെഗേഷൻ ആൻഡ് ബി നെഗേഷൻ ആണ്. അതുപോലെ തന്നെ എ ആൻഡ് ബി ഹോൾ നെഗേഷൻ ഇസ് ഈക്വൽ ടു എ നെഗേഷൻ ഓർ ബി നെഗേഷൻ. ഇനി അതുപോലെ തന്നെ ഡബിൾ കോംപ്ലിമെന്റ് ഉണ്ട്. ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് വിൽ ഗീവ് യു എ ഇറ്റ്സെൽഫ്. ഐഡംപൊട്ടന്റ് ആണെങ്കിൽ സെയിം വാല്യൂ, ദാറ്റ് ഇസ് എ ആൻഡ് എ gives a itself, a or a gives a itself.
അതുപോലെ തന്നെ ഐഡന്റിറ്റിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ സെറ്റും ഫൈ സെറ്റും ആണ് വരുന്നത്. ഓർ ആണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഈക്വൽ ടു യു, എ ഓർ യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. ഇനി അതുപോലെ തന്നെ ആൻഡിന്റെ കേസിൽ ഐഡന്റിറ്റി വരുമ്പോൾ ഫൈ സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ആൻഡ് ഫൈ സെറ്റ് ഇസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്, ഫൈ സെറ്റ് ആൻഡ് എ ഇസ് ഈക്വൽ ടു ഫൈ ഇറ്റ്സെൽഫ്. അപ്പൊ ആ ഐഡന്റിറ്റീസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എക്സാമ്പിൾസ് വേണ്ട, നിങ്ങളുടെ റിലേഷൻസ് വേണ്ട, എക്സാമ്പിൾ ഓപ്പറേഷൻസ് എന്താണ്, ആ ഓപ്പറേഷൻസിന്റെ ഇത് മാത്രം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കുക. ടുവേർഡ്സ് എൻഡ് യു ഹാവ് റീസണിങ്, അതായത് ഈ ഫസി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഏതെല്ലാം സിസ്റ്റത്തിലാണ് നിങ്ങൾ റീസണിങ് എംപ്ലോയ് ചെയ്യുന്നത്. തിയറിറ്റിക്കലി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. യു ഹാവ് മോണോട്ടോണിക് സിസ്റ്റം, ഡിഫോൾട്ട് സിസ്റ്റം ആൻഡ് ക്രോസ് വേൾഡ് അസംഷൻ സിസ്റ്റം. ആപ്ലിക്കേഷൻ ഏരിയ അനുസരിച്ചാണ് നിങ്ങൾ ഈ പറയുന്ന 3 കാറ്റഗറൈസേഷൻ കൊണ്ടുവരുന്നത്. തിയറി ഇവിടെ ഉണ്ട്, ഇറ്റ് ഇസ് നോട്ട് സോ ഇമ്പോർട്ടൻ്റ് ഏരിയ, പക്ഷെ നിങ്ങൾക്ക് വായിച്ചു വിടാം, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഇൻഫറൻസ് റൂൾസ് വരുന്നുണ്ട്. ഇൻഫറൻസ് എന്ന് പറയുന്നത് നമ്മള് ഫസ്റ്റ് ബ്ലോക്കിന്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ ഇൻഫറൻഷ്യൽ സിസ്റ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വായിച്ചിട്ട് വരാൻ പറഞ്ഞ ഫോർ എവറി ആൻഡ് ദർ എക്സിസ്റ്റ് എന്ന് പറയുന്ന റൂളിൽ നിങ്ങൾ പ്രെഡിക്കേറ്റ് ലോജിക്ക് നിങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് അതിൽ കാണിക്കുന്ന സംഭവം. അപ്പൊ അത് തന്നെ ഫസി കൺസെപ്റ്റ്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഡക്റ്റീവ് ഫോമും അബക്റ്റീവ് ഫോമും ഇൻഡക്റ്റീവ് ഫോമും വരും. അതായത് ചെറിയ റൂൾസിൽ നിന്ന് വലിയ റൂൾ ഡിഫൈൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു വലിയ റൂൾ തരുമ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ റൂൾസ് എങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് വായിച്ചു വെക്കാം. ലൈക്ക് ഈവൻ ഇഫ് AI പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് ഈ പറയുന്ന ലോജിക്കൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് വരും. ഇതൊക്കെയാണ് ഫസി സെറ്റ്സിൽ പഠിക്കാനുള്ളത്. ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ മറ്റേ ഫസിയുടെ ഇനീഷ്യൽ കൺസെപ്റ്റ്സും ഫസിയിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസും പഠിച്ചു വെക്കുക. അത് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. റിമൈനിങ് ഏരിയാസ് നിങ്ങൾക്ക് വായിക്കാം, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ടൈമിൽ അതിൽ നിന്ന് ചോദിക്കില്ല എന്നല്ല, പക്ഷെ ലാസ്റ്റ് സെഷൻസിൽ നമ്മളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതിയാവും. വിത്ത് ദിസ് നമ്മൾ AI/MLന്റെ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി 2 ഫാക്കൽറ്റി ഈ ആഴ്ചയും അടുത്ത ആഴ്ചയായിട്ട് ക്ലാസ് എടുക്കാൻ അവരവരുടെ കൺവീനിയൻസ് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് തിയറി നിർത്താം. MLല് 3 and 4 ഫോക്കസ് ചെയ്ത് പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നായിരിക്കും. AI-യുടെ 2 ബ്ലോക്സ് നോക്കുമ്പോൾ AI-ൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള സെർച്ചിങ് ടെക്നിക്സ്, ഗെയിമിംഗ് ടെക്നിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഈ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫസി അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക്ക്, ആ രീതിയിലുള്ള സബ്ജക്ട്സിൽ നിന്നൊക്കെ ഷോർട്ട് ആൻസേഴ്സ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. essay തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നോക്കണ്ട. അതായത് ഈ 4 ബ്ലോക്കിൽ നിന്നും അവസാനം പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നീട് നിങ്ങൾക്ക് ഇനി റിമൈനിങ് ആയിട്ടുള്ളത് പൈത്തണിലുള്ള കോഡിംഗ് ആണ്, അതായത് നിങ്ങളുടെ ലാബ് പോർഷൻ ആണ്. അത് നിങ്ങളുടെ 16th ചാപ്റ്ററിൽ കിടപ്പുണ്ട്, ഈ പറയുന്ന എല്ലാത്തിൻ്റെയും കോഡ് സെഷൻസ് കിടപ്പുണ്ട്. അപ്പൊ അത് ഒരു പ്രോബ്ലം ഡെപ്തിൽ പറഞ്ഞിട്ട് അതുമായിട്ട് നിങ്ങൾക്ക് ബാക്കി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിലൊരു ബേസിക് പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ഏതൊരു പ്രോബ്ലം നിങ്ങൾ എടുത്താലും ആ പ്രോബ്ലത്തിന് ഒരു ബേസിക് ഫോം ഉണ്ട്. ലൈക്ക് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറി നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ലൈബ്രറീസ് എല്ലാം നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ഡേറ്റ സെറ്റിന് നിങ്ങൾ ലോഡ് ചെയ്യും. ഓരോ ക്വസ്റ്റിനും ഓരോ ഡേറ്റ സെറ്റ് ആയിരിക്കും, അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഡേറ്റ സെറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡേറ്റ സെറ്റിനെ തന്നെ നിങ്ങൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ എത്ര പെർസെൻറ്റേജ് ട്രെയിനിങ് ടെസ്റ്റിംഗ് ആക്കണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ട്രെയിൻ ടെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മോഡൽ എന്താണോ ആ മോഡലിലേക്ക് അതിനെ ലേൺ ചെയ്യിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് അപ്പൊ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം.
ലേണിങ്ങിന് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന മോഡൽ എന്താണോ ആ മോഡൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും മോഡൽ ആണെങ്കിൽ ആ ക്ലാസിഫയറിന്റെ പേര്, അതിന്റെ ഫംഗ്ഷൻ കോൾ അവിടെ കൊണ്ടുവരണം. ക്ലസ്റ്ററിംഗ് ആണെങ്കിൽ ആ ക്ലസ്റ്ററിംഗിന്റെ ഫംഗ്ഷൻ കോൾ കൊണ്ടുവരണം. ഇനിയിപ്പോ നിങ്ങൾ പാറ്റേൺ മൈനിങ് ആണ് ചെയ്യണമെങ്കിൽ അപ്രിയോറി അല്ലെങ്കിൽ എഫ് പി എന്താണോ നിങ്ങളുടെ മോഡൽ, ആ മോഡൽ കോൾ ചെയ്യുക. ലേൺ ചെയ്തതിന് ശേഷം പുതിയൊരു ടെസ്റ്റ് ഡേറ്റ വരുമ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യിക്കുക. ഫൈനലി ഗോ ഫോർ ദി പെർഫോമൻസ് ഇവാലുവേഷൻ, അതായത് ആക്യുറസിയോ കൺഫ്യൂഷൻ മെട്രിക്സോ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് അതിന്റെ പെർഫോമൻസ് പെർസെൻറ്റേജ് കാണിക്കുക. അങ്ങനെ നമ്മൾ ബ്രോഡ്ലി സ്പീക്കിംഗ് ഇതൊരു 6-7 സ്റ്റെപ്സിന്റെ ഒരു ഇതാണ്. അപ്പൊ ഓരോ പ്രോഗ്രാം മാറുന്ന അനുസരിച്ച് ഈ ഫംഗ്ഷൻ കോൾസ് മാറുന്നു, അല്ലെങ്കിൽ അസോസിയേറ്റഡ് ലൈബ്രറിയുടെ പേര് മാറുന്നു എന്നല്ലാതെ പ്രൊസീജിയേഴ്സ് എല്ലാത്തിന്റെയും സെയിം ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ക്ലാസ് റെപ്പ് പറഞ്ഞത് എക്സാം വരുമ്പോൾ, അതായത് ജൂലൈയിൽ ലാബ് എക്സാമിനോടനുബന്ധിച്ച് ഒരു സെഷൻ എടുത്തിട്ട് അത് പറഞ്ഞു തന്നാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ കൺവീനിയൻസ്, അതായത് ജൂലൈയിൽ തന്നെ ബിറ്റ്വീൻ 20 and 25 ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് വരിക. ടുവേർഡ്സ് എൻഡ് പോവേണ്ട കാര്യം, ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എൻഡിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അപ്പോൾ കഴിയുന്നതും ഏർലി ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പറയുന്ന പ്രോഗ്രാം കോഡ് ഞാൻ പറഞ്ഞു തരാം. തിയറി ഓൾമോസ്റ്റ് കവർ ചെയ്തതാണ്. തിയറിയുടെ 4 ബ്ലോക്സും ഏകദേശമായി. അപ്പോൾ AIML ടഫ് അല്ല, എളുപ്പമാണ് പഠിക്കാൻ, പക്ഷെ ലെങ്തി ആണ്. നിങ്ങൾ മറ്റ് സബ്ജക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓൺലൈനിൽ ഇതുപോലെ ഒരു 6-7 ക്ലാസ് കൊണ്ട് പറയാവുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം അത്രയ്ക്ക് വാസ്റ്റ് ആണ് ടോപ്പിക്. അപ്പൊ എനിക്ക് പറയാവുന്നതിന്റെ ലിമിറ്റിൽ ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പാർട്ടാണ്, നിങ്ങളുടെ എൻഡിൽ നിന്ന് പഠിക്കുക. പഠിക്കുമ്പോൾ ഡൗട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ആ കൺസേൺസ് എന്താന്നുള്ളത് ചോദിക്കുക. യു ഹാവ് ഓൾമോസ്റ്റ് 1 month ടൈം. ഇന്നത്തെ സെഷനോടുകൂടി നമ്മുടെ തിയറി തീർന്നു. പ്രോബ്ലം എന്തെങ്കിലും ലൈക്ക് ലാബിന്റെ സെഷൻ നമുക്ക് ജൂലൈ, നിങ്ങൾ പറയുന്ന കൺവീനിയന്റ് ടൈമിൽ ജൂലൈയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.